എൻ്റെ പേര് ഡോക്ടർ സ്നേഹ റൂസൻ. ഇതെൻ്റെ ഹസ്ബൻഡ് റൂസൻ ആൻ്റണി. ഇത് ഞങ്ങളുടെ 2 മക്കൾ. ഞങ്ങൾ കുവൈറ്റിൽ നിന്ന് വരുന്നു. ഞങ്ങൾക്ക് 4 മക്കളാണ്. ഇപ്പോൾ 2 മക്കൾ ഞങ്ങളുടെ കൂടെയുണ്ട്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ആദ്യത്തെ സാക്ഷ്യം എൻ്റെ 4ാമത്തെ സിസേറിയൻ കഴിഞ്ഞ് എനിക്കുണ്ടായ രോഗസൗഖ്യമാണ്. എനിക്ക് ഇത് ഈ ഏപ്രിൽ 8 എനിക്ക് ചെയ്ത 4ാമത്തെ സിസേറിയൻ കൂട്ടി എനിക്ക് 5 സർജറികൾ എനിക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 4ാമത്തെ സിസേറിയന് പോസ്റ്റ് ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻസ് കൂടുതലായിരുന്നു. സർജറി സാധാരണ നമ്മുടെ ഒരു സിസേറിയൻ 60 to 90 മിനിറ്റ്സാണ് എടുക്കുന്നത്. ബട്ട് എൻ്റെ സർജറി ഒരു 150 മിനിറ്റ്സോളം പ്രൊലോങ്ഡ് ആയിരുന്നു. അതിനുശേഷം നമുക്ക് ഡ്രെയിൻ ഇടുകയും പ്രോബ്ലംസ് ഉണ്ടാകുകയും ചെയ്തു. പക്ഷേ ആരോഗ്യമുള്ള കുഞ്ഞിനെ തന്ന ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. എന്നാൽ നോർമലി നമുക്കൊരു സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് പാസ് ചെയ്യാനും അല്ലെങ്കിൽ മോഷൻ പാസ് ചെയ്യാനും ഒന്നും യൂഷ്വലി നമുക്ക് 24 hours കഴിയുമ്പോൾ സാധിക്കുന്നതാണ്. പക്ഷേ എൻ്റെ കാര്യത്തിൽ ബിക്കോസ് ഓഫ് സിവിയർ അഡ്ഹേഷൻസ് എനിക്ക് നെക്സ്റ്റ് ഡേ ഗ്യാസ് പാസ് ചെയ്യാൻ പറ്റിയില്ല. ഈവൻ 48 hours കഴിഞ്ഞിട്ടും എനിക്ക് ഗ്യാസ് പാസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രമാത്രം അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആണെന്ന് മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആസ് എ ഡോക്ടർ എനിക്കറിയാം അത് കൈൻഡ് ഓഫ് പാരാലിറ്റിക് ഇലിയസ് എന്ന് പറയും, അല്ലെങ്കിൽ ഒരു ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ. പക്ഷേ വീണ്ടും അവർ എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ മെഡിസിൻസ് ഒക്കെ തന്നിട്ടും എനിക്ക് യാതൊരു ചേഞ്ചും ഇല്ല. സോ എന്നെ ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻസിനായിട്ട് എക്സ്റേക്കും അൾട്രാസൗണ്ടിനും അയച്ചു. അപ്പോൾ അതിൽ നമുക്ക് കാണുന്ന ഫൈൻഡിങ് എക്സ്റേയിൽ ഗ്യാസ് അണ്ടർ ഡയഫ്രം ആൻഡ് മൾട്ടിപ്പിൾ എയർ ഫ്ലൂയിഡ് ലെവൽ. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഏതോ ചെറുകുടലോ വൻകുടലോ എവിടെയോ ചെറിയൊരു ഓപ്പണിങ്, പെർഫറേഷൻ എന്ന് പറയും. അത് വളരെ സിവിയറായ ഒരു കണ്ടീഷനാണ്. അവർ സർജന് കൺസൾട്ടേഷൻ റിക്വസ്റ്റ് വിട്ടു. അവരെല്ലാവരും പാനിക്കായി. എന്നെ വീണ്ടും NPO, അതായത് നിൽ പെർ മൗത്ത്, നമുക്ക് ഓറലി ഒന്നും എടുക്കാൻ പറ്റില്ല, IV ഫ്ലൂയിഡ് മാത്രം. ആ ഒരു 48 hours കഴിഞ്ഞും ഒരു സർജറി കഴിഞ്ഞ് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റാത്തത് വല്ലാത്ത സിറ്റുവേഷനാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെസ്ഡായി. കാരണം ഈ പെർഫറേഷൻ വന്നാൽ നമ്മൾ സർജൻ വരികയും അവർ നമ്മുടെ വായിൽ കൂടെ റൈൽസ് ട്യൂബ് എന്ന് പറഞ്ഞ ട്യൂബ് ഇട്ട് നമ്മുടെ വയറ്റിലുള്ള എല്ലാ ഫുഡോ അല്ലെങ്കിൽ ആസിഡിക് ഫ്ലൂയിഡ്സ് എല്ലാം ആസ്പിറേറ്റ് ചെയ്യുക, കണ്ടിന്യൂസ് NPO ഇടുക. അതല്ല അതിലും റിക്കവറി ഇല്ല എങ്കിൽ വീണ്ടും ഒരു റീ ഓപ്പണിങ് അല്ലെങ്കിൽ ഒരു റീസർജറി, ആ പെർഫറേഷൻ ക്ലോസ് ചെയ്യാൻ വേണ്ടിയാണ് ഉള്ളത്. പക്ഷെ ഞാനത് ഇത്രയും എൻ്റെ ഫാമിലിയോട് പറഞ്ഞില്ല. കാരണം അവർക്ക് ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. ആ ഒരു കോംപ്ലിക്കേഷൻ ഞാൻ ഭയങ്കര സ്ട്രെസ്ഡാണ്. പക്ഷേ അപ്പോൾ ഞാൻ ഒന്നും ചെയ്യാൻ എനിക്കില്ല. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വന്ന്, ഞങ്ങൾ 2 പേരും ഉടമ്പടിയിലുള്ളവരാണ്. ഉടമ്പടി തൈലം തേച്ച് എനിക്ക് പ്രാർത്ഥിച്ചു. എൻ്റെ വയറ്റിലും എന്നെ സർജറിക്ക് വിട്ടതും എന്നെ ഉടമ്പടി തൈലം തേച്ചത് തന്നെയാണ്. ഒന്നും കഴിക്കരുതെന്ന് പറഞ്ഞു. അത് കഴിച്ചാലുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എനിക്ക് അറിയാമായിരുന്നിട്ടും ഞാൻ കഴിച്ചത് ഉടമ്പടി ഉപ്പ് കഴിച്ചുകൊണ്ടേയിരുന്നു. അത് വെള്ളത്തിൽ കലക്കി ഞാൻ കുടിച്ചുകൊണ്ടേയിരുന്നു. അന്ന് രാത്രി ഞാൻ ഏപ്രിൽ 7 ഞാൻ അഡ്മിറ്റായ ഒരു ട്യൂസ്ഡേ. അന്നത്തെ ധ്യാനം എനിക്ക് കൂടാൻ പറ്റിയില്ല. അപ്പോൾ 8 കഴിഞ്ഞ് 9-ാം തീയതി രാത്രി ഞാൻ ഈ ധ്യാനം, കാരണം നമ്മുടെ അവിടുത്തെ സിറ്റുവേഷനിൽ നമുക്ക് ആരും ബൈസ്റ്റാൻഡേഴ്സ് രാത്രി നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അപ്പോൾ മാതാവും ഈശോയും മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ആവശ്യമുണ്ട് സിസ്റ്റേഴ്സിനെ വിളിക്കാം, അവർ വരും. അപ്പോൾ സിസേറിയൻ കഴിഞ്ഞ് കിടക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ എനിക്കൊരു ഡ്രെയിൻ ഉണ്ട്. കാരണം എനിക്ക് ബ്ലീഡിങ് കൂടുതലായതുകൊണ്ട് അവരൊരു ഡ്രെയിൻ ഇട്ടിരിക്കുകയാണ്, സർജി ബാക്ക് എന്ന് പറയും. അതും തൂക്കിപ്പിടിച്ച് ഇയർഫോൺസും വെച്ച് ഒരു കയ്യിൽ കൊന്തയും വെച്ച് ഞാൻ അച്ഛൻ്റെ 7ാം തീയതിയിൽ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ അതിൻ്റെ അകത്ത് പറയുന്നൊരു വാക്കുണ്ട്, പൊടുന്നനെ അല്ലെ ആകസ്മികമായി നമുക്കുണ്ടാകുന്ന കോംപ്ലിക്കേഷൻ. ആസ് എ ഡോക്ടർ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എൻ്റെ 4ാമത്തെ സിസേറിനാണ്, എനിക്കിപ്പോൾ ബ്ലീഡിങ് കൂടുതലായിരിക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് മാതാവ് തോന്നിക്കുന്നുണ്ട് എന്തോ നിനക്ക് വരുമെന്ന് തോന്നൽ എനിക്കുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഹസ്ബൻഡോട് ഞാൻ പറഞ്ഞു, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം, യു ഡോണ്ട് വറി. ആ ഒരു സിറ്റുവേഷനിൽ അപ്പോൾ അച്ഛൻ പറഞ്ഞ വാക്ക്, കാരണം അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എനിക്കൊരു പെർഫറേഷനിലേക്ക് ഞാൻ പോകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാനത് അത്രയും സീരിയസ് ആയിട്ട് ഇപ്പോഴും ഞാൻ അതൊന്നും വീട്ടുകാരോട് ഞാൻ പറഞ്ഞിട്ടുമില്ല. അന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ്. നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, കാരണം നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. ചിലപ്പോൾ ഒരു സെപ്സിസിലേക്ക് പോകാം, റീ ഓപ്പണിങ് വരാം. ഇത് നമ്മുടെ ഒരു ജീവന് തന്നെ ആപത്തായ ഒരു സിറ്റുവേഷനിലാണ്. അപ്പോൾ അച്ഛനത് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, ഈ ആകസ്മികമായി ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ. അതൊരു ആ ഉടമ്പടിയുടെ പ്രൊട്ടക്ഷനാണ് എനിക്ക് ലഭിച്ചത്. ഞാൻ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ട് കടന്ന് 3 മണിയായപ്പം എനിക്ക് എൻ്റെ ബവൽ ഓപ്പണായി. എനിക്ക് നന്നായിട്ട് ഗ്യാസ് പാസ് ചെയ്യാൻ പറ്റി. അന്ന് ആ രാത്രി സർജന് വരാൻ പറ്റിയില്ല. കാരണം പുള്ളിക്ക് വേറെ ഒരു എമർജൻസി സർജറി വന്നത് കൊണ്ട് പുള്ളിക്ക് വരാൻ പറ്റിയില്ല. കാരണം ഇതൊരു മെറ്റേണിറ്റി സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ മെറ്റേണിറ്റി യൂണിറ്റ് ഇല്ല. അപ്പോൾ നമ്മുടെ കുവൈറ്റിലൊക്കെ സിറ്റുവേഷൻ വെച്ച് നമ്മൾ ഏരിയ അനുസരിച്ചിട്ടാണ് നമ്മൾ ഹോസ്പിറ്റൽ ചൂസ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഏരിയയിലേക്കാളും ഏറ്റവും സ്പെഷ്യലൈസ്ഡ് ആയൊരു ഹോസ്പിറ്റലിലേക്ക് അവിടുത്തെ തന്നെ ഒരു കുവൈറ്റി ഡോക്ടർ എന്നെ റെഫർ ചെയ്ത് ആ ഹോസ്പിറ്റലിലെ ഏറ്റവും നല്ല സീനിയറായ ഡോക്ടറിനാണ് എനിക്ക് കിട്ടിയത്. അതല്ല ഞാനൊരു ജൂനിയർ ഡോക്ടറിൻ്റെ അടുത്താണെങ്കിൽ എൻ്റെ സർജറി ഇത്രയും സക്സസ് ആയല്ലോ. പുള്ളി പറഞ്ഞു, നിൻ്റെ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നിൻ്റെ
കുടയിൽ പുറത്തേക്ക് വരികയായിരുന്നു. അവരുടെ ആ സേഫ് ഹാൻഡ്സിൽ മാതാവ് ആദ്യം തൊട്ട് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് എന്നെ അവിടെ നിർത്തിയത് കൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത്. അങ്ങനെ ഒരു സൗഖ്യം കിട്ടി. അതിനുശേഷം നമുക്ക് ഈ പ്രൊലോങ്ഡ് CS-ൽ നമുക്കൊരു ഡീപ്പ് വെയിൻ ത്രോംബോസിസ് വരാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് പ്രൊലോങ്ഡ് അഡ്മിഷനാണ്. എനിക്ക് നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റി. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കാലിൽ എനിക്ക് നീര് വന്നു. അത് 2 കാലിലും നമുക്ക് പ്രഗ്നൻസിയിൽ നീര് വരാം, പക്ഷേ ഇതങ്ങനെയല്ല, ഒരു കാലിൽ മാത്രമാണ്. ഞാൻ ഓൾറെഡി ഇഞ്ചക്ഷൻസ് എടുക്കുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് എന്നിട്ട് നീര് വന്നു. അപ്പോൾ എനിക്ക് തോന്നി പ്രശ്നങ്ങൾ വരാം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് മാതാവ് എനിക്ക് തോന്നിച്ചു, നീ എടുക്കുന്ന ഡോസ് കൂട്ടിയെടുക്ക്. ഞാൻ ആ ഡോസ് കൂട്ടിയെടുത്തു. ഞങ്ങൾ ശക്തമായിട്ട് ഉഴുപിടി തൈലം തേച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2 ദിവസം കൊണ്ട് തന്നെ വേറൊരു കൺസൾട്ടേഷന് പോവാതെ മാതാവ് എനിക്ക് സൗഖ്യം നൽകി. എൻ്റെ 4 മക്കൾക്കും ഒരമ്മയെ തിരിച്ചു വിളിക്കുകയും എൻ്റെ ഹസ്ബൻഡിന് ഭാര്യയെ തിരിച്ചു തരികയും ചെയ്തു. ഇതിൻ്റെ ഒരു സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഏപ്രിലിൽ ഒരു സിസ്റ്റർ ജോമി UK നിന്ന് ഒരു സാക്ഷ്യം പറഞ്ഞിരുന്നു. ഇതിൽ ഇൻഡസ്ട്രിയൽ പെർഫറേഷൻ വരികയും അത് കൂടുതൽ ഫർദർ കോംപ്ലിക്കേഷൻസിലേക്ക് പോവുകയും ഡീപ്പ് വെയിൻ ത്രോംബോസിസ് വന്ന് പൾമണറി എംബോളിസം വരികയും ചെയ്ത ഒരു സിസ്റ്ററായിരുന്നു. പക്ഷേ എൻ്റെ കാര്യത്തിൽ അതൊന്നുമില്ലാതെ മാതാവ് ഞങ്ങളെ സഹായിച്ചു, ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. അത് ഞങ്ങളുടെ ഒരു വലിയ സാക്ഷ്യമാണ്. അതുപോലെ ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ കുവൈറ്റിലാണ്, നിങ്ങൾക്കറിയാം, അവിടെ യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ഫ്ലൈറ്റും ക്യാൻസലായിരുന്നു. ലീവ് ഓപ്പൺ ആയിരുന്നില്ല. അപ്പം MOC വർക്ക് ചെയ്യുന്നത് എനിക്കൊരിക്കലും അവർ ലീവ് തരത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ സിസേറിയൻ കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് ഞാൻ ജോയിൻ ചെയ്തു. 1 വീക്ക് ഞാൻ വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. നമ്മളെപ്പോലെ 6 മാസം ഒന്നും ലീവ് കിട്ടത്തില്ല. പക്ഷേ ആ ലീവ് മെയ് വരെ ആർക്കും ലീവ് കൊടുക്കില്ല എന്നായിരുന്നു. പക്ഷേ ദൈവാനുഗ്രഹത്താൽ May 2 അവിടെ ലീവ് ഓപ്പണായി. എനിക്ക് ലീവ് അപ്ലൈ ചെയ്യാൻ പറ്റി. May 15 വരെയുള്ള എല്ലാ ടിക്കറ്റ്സും ക്യാൻസലാക്കിയിരുന്നു എയർലൈൻസ്. എന്നിട്ട് അവർ വെരി ഹൈ പ്രൈസിലായിരുന്നു ടിക്കറ്റ്സ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിൽ 6 പേരും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരാൾ 7 ടിക്കറ്റ് ഞങ്ങൾക്ക് പുതിയൊരു റേറ്റിൽ എടുക്കാമെന്നുള്ളത് ഇമ്പോസിബിൾ ആയിരുന്നു. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു മാതാവിന് ഇഷ്ടമല്ലെങ്കിൽ ഞങ്ങൾ വരുന്നില്ല. പക്ഷെ ഞങ്ങൾ ജനുവരി തന്നെ ടിക്കറ്റ്സ് എടുത്തു വെച്ചിരുന്നു. ആ സെയിം ടിക്കറ്റിൽ ഒരു പൈസ പോലും എക്സ്ട്രാ കൊടുക്കാതെ ഞങ്ങൾ എല്ലാവരും ഇവിടെ വരികയും ഒരു പ്രശ്നവുമില്ല ഞങ്ങൾക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാനും പറ്റി. അതിന് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഞങ്ങൾ കൊടുത്ത് പ്രത്യേകം ചെയ്തിരുന്നു. അതുപോലെ ആ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ മാതാവിനോട് ഞങ്ങൾ ചോദിച്ചിരുന്നു, മാതാവേ ഇതാണ് ഞങ്ങൾ 2ആയിട്ട് ട്രാവൽ ചെയ്യും. ഞാൻ ആദ്യം കുഞ്ഞുങ്ങളായിട്ട് വന്നു, ഹസ്ബൻഡ് മൂത്ത 2 പേരോട് വന്നു. ഇതൊക്കെ മാതാവിനോട് ചോദിച്ചിട്ടാണ്. അപ്പോൾ അത് എല്ലാവർക്കും റീഷെഡ്യൂളിങ് വന്നു, ഒത്തിരി ഡേറ്റ്സ് മാറി, അല്ലെങ്കിൽ പൈസ കൊടുക്കേണ്ടി വന്നു. ഞങ്ങൾക്കിതൊന്നും വേണ്ടി വന്നില്ല. അതും ഒരു സാക്ഷ്യമാണ്. അതുപോലെ എൻ്റെ ഈ കോംപ്ലിക്കേഷൻസും NPOയും കാരണം കുഞ്ഞിനെ ഫീഡിങ് പ്രോപ്പറായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവന് യൂഷ്വലി ജോണ്ടിസ് വരാറുണ്ട്. പക്ഷേ ഇവന് പ്രൊലോങ്ഡ് ജോണ്ടിസ് ആയിരുന്നു. ഞങ്ങൾ 1 മാസത്തോളം ഫോളോ അപ്പ് ചെയ്തു. പക്ഷേ ഒരു മെഡിക്കൽ ഇൻ്റർവെൻഷൻ ഇല്ലാതെ, ഒരു ഫോട്ടോതെറാപ്പിയോ അഡ്മിഷനോ ഒന്നുമില്ലാതെ ഞങ്ങളുടെ കുഞ്ഞിനെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്തു. കാരണം അതുകൊണ്ട് തന്നെ അവന് ഫീഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ ബോട്ടിൽ ഫീഡ് കൊടുത്തു. സാധാരണ യൂഷ്വലി ബോട്ടിൽ ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് നിപ്പിൾ കൺഫ്യൂഷൻ വരും. അവർ പിന്നീട് ബ്രസ്റ്റിൽ നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അവനത് വന്നു. കാരണം എനിക്ക് ആ സമയത്ത് സ്പൂണിൽ കൊടുക്കാനോ എൻ്റെ ഹെൽത്ത് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ആസ് എ ഡോക്ടർ എനിക്കറിയാം, പീഡിയാട്രീഷ്യനും പറഞ്ഞു അങ്ങനെ ചെയ്യരുത്. പക്ഷേ ഇവിടെ വന്ന് തൊട്ട് അവൻ ആ കൺഫ്യൂഷനില്ല, അവനൊരു പ്രശ്നവും ഇല്ല. അവൻ നന്നായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നു, പ്രശ്നങ്ങളൊന്നുമില്ല. മാതാവിൻ്റെ തൈലം ഞാൻ ബ്രസ്റ്റ് തേച്ചും അവനും കൊടുത്തിട്ടുമാണ് അത് സാധിച്ചു തന്നെ. അതുപോലെ ഞങ്ങളൊരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് വർക്ക് തുടങ്ങുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം അത് തുടങ്ങിയപ്പോൾ ഭയങ്കര തടസ്സം. സമയത്ത് എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്ന് ഇവിടുത്തെ മണ്ണ് കൊണ്ടുപോയി അവിടെ ഇട്ടു. അങ്ങനെ പണി ഓൾമോസ്റ്റ് പൂർത്തിയായി വരുന്നു. ദൈവം ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. ഞങ്ങൾ കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യുന്നത് ഞങ്ങൾ അവിടെ ആയതുകൊണ്ട് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാലും നമ്മളെക്കൊണ്ട് സാമ്പത്തികമായി ചെയ്യാൻ പറ്റുന്ന ഓൾഡ് ഏജ് ഹോമിലേക്ക് അല്ലെങ്കിൽ ആവശ്യമായി വരുന്ന രോഗികൾക്ക് ഞങ്ങൾ സാമ്പത്തികമായി സഹായം ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ആസ് എ ഡോക്ടർ ഞാനൊരു പ്രിസ്ക്രിപ്ഷൻ നമുക്ക് ആര് ചോദിച്ചാലും ഇവിടെയാണെങ്കിലും ഞാൻ അവർക്ക് ഓൺലൈനിൽ കൺസൾട്ട് ചെയ്ത് ഫ്രീ ആയി അത് കൊടുക്കാറുണ്ട്. പ്രേക്ഷക പ്രവർത്തനമായി ഞങ്ങൾ വരുമ്പോൾ പത്രം വാങ്ങിച്ച് വിതരണം ചെയ്യും. അതുപോലെ നമ്മുടെ ഡെയിലി ബ്രെഡും അച്ഛൻ്റെ ധ്യാനവും ഒക്കെ ഷെയർ ചെയ്ത് ഞങ്ങൾ ചെയ്യാറുണ്ട്. ദൈവം ഞങ്ങൾക്ക് തന്ന, ഞങ്ങളുടെ കുടുംബത്തിന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപാസന മാതാവിനോട് ഞങ്ങൾ എടുത്തുന്ന എല്ലാ മധ്യസ്ഥത്തിനും അമ്മയ്ക്കും തിരുക്കുമാരനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. വിശുദ്ധ പൗലോസ് ശ്ലീഹ തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 12-ാം തിരുവചനം. ഇക്കാരണത്താലാണ് ഞാനിപ്പോൾ ഇവയെല്ലാം സഹിക്കുന്നത്, ഞാൻ അതിൽ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ ആരിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നവയെല്ലാം ആ ദിവസം വരെയും ഭദ്രമായി കാത്തുസൂക്ഷിക്കാൻ അവന് കഴിയുമെന്നും എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഡോക്ടർ സ്നേഹ ജീവിത പങ്കാളിയോടും കുഞ്ഞുങ്ങളോടൊപ്പം വന്ന് വളരെ ശ്രേഷ്ഠമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇവിടെ ഏറ്റുപറയുന്നത്. ഡോക്ടറിൻ്റെ 3ാമത്തെ സാക്ഷ്യമാണിത്. C സെക്ഷനിലൂടെ 4ാമത്തെ കുഞ്ഞിൻ്റെ ഡെലിവറിയിലുണ്ടായ കോംപ്ലിക്കേഷൻ
ശേഷം ഡോക്ടറിനെ ആ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഗ്യാസ് ട്രബിളുണ്ടായപ്പോൾ അച്ഛൻ്റെ ധ്യാനം ജോസഫ് അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു വലിയ റിലീഫ് ഡോക്ടറിനുണ്ടായതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഡോക്ടർ തന്നെ പറയുന്ന ഒരു ഡോക്ടർ ആയതുകൊണ്ട് അതിൻ്റെ കോംപ്ലിക്കേഷനും ഒരു ജീവൻ മരണ പോരാട്ടവും ഡോക്ടറിനെ തന്നെ അറിയാം. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവർക്ക് പെട്ടെന്നുണ്ടായ സൗഖ്യത്തിന് അവർ നന്ദി പറയുകയാണ്. അതുപോലെ അവരുടെ എല്ലാ തീരുമാനങ്ങളും പരിശുദ്ധ അമ്മയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു രീതി അവർ ഡെവലപ്പ് ചെയ്തു. ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്ന കാര്യത്തിലായാലും സാക്ഷ്യം പറയുന്നതിനായാലും അവർ പരിശുദ്ധ അമ്മയോടും ഈശോയോടും എപ്പോഴും കൺസൾട്ട് ചെയ്തിട്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് നീങ്ങുന്നത്. പ്രൊലോങ്ഡ് ജോണ്ടൈസ് വന്ന മകനെയും അവരുടെ ജീവിത സാഹചര്യങ്ങളെയും വീടിനെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് എപ്പോഴും സമർപ്പണത്തിൻ്റെ ഒരു ജീവിതം കാഴ്ചവെക്കുന്ന ഡോക്ടറിനും ഫാമിലിക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.